പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ കൂടാരപ്പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ എവൻഗേലിയൻ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി ആ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വലിയ ദൈവകൃപ സമൃദ്ധമായി ലഭിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കേട്ടുകഴിഞ്ഞു. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ ലേഖനങ്ങളിലൂടെയും എവൻഗേലിയൻ സുവിശേഷ ഭാഗത്തിലൂടെയും കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈ വായനകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ലേഖനത്തിൽ നിന്നാണെന്ന്. ലേഖനത്തിൽ മറുരൂപ പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ വാക്യങ്ങൾ 5-6 വരെയാണ്. പൊതുവിനെഴുതിയ ലേഖനം. ഒന്നാമത്തെ ചിന്ത എങ്ങനെയാണ്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുവിൻ, സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ, എന്തെന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തിന് കീഴ്പ്പെടുക, സാത്താനോട് എതിർക്കുക. ദൈവത്തിന് കീഴ്പ്പെടാൻ പലരും മനസ്സ് വെക്കാറുണ്ട്. പക്ഷെ സാത്താനോട് എതിർക്കാൻ ധൈര്യം വരുന്നില്ല. അതുകൊണ്ട് ദൈവത്തെയും സാത്താനെയും ഒരുപോലെ സ്വീകരിച്ചാണ് വിശ്വാസികൾ പോകുന്ന പലരും. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. നമുക്കറിയില്ല. നമ്മൾ സാത്താനെയും ദൈവമായിട്ട് കണ്ടുകൊണ്ട് പലപ്പോഴും ആരാധന വരെ നടത്തുകയാണ്. അപ്പോൾ സാത്താനോട് എതിരിടണം. നമ്മൾ ഇങ്ങനെയല്ലേ പാടുന്ന സഭയിൽ, ദുഷ്ടനോടരാടാൻ ശ്ലീബാവാഹികളാം സഹദേന്മാർ ചെന്നു, വാളാൽ ഛേദിതരായി ചിലരഗ്നിയിൽ അന്ത്യം കണ്ടു, ദുഷ്ടൻ ദർശിച്ചാർപ്പെട്ടു, മടിപൂണ്ടില്ലവരും പോരിൽ പുണ്യം നൽകണമവർ യാചനയാൽ. ദുഷ്ടനോട് എതിരിടാൻ ശ്ലീബാധരിച്ചവർ, ശ്ലീബാവാഹികൾ, കുരിശിനെ വഹിക്കുന്നവർ, ക്രിസ്തു അനുയായികൾ പോയി. ദുഷ്ടൻ അത് കണ്ടപ്പോൾ ആർത്ത് അലമുറയിട്ടു. ദാവീദിനെ കണ്ട ഗോലിയാത്തിനെ പോലെ. പക്ഷേ ദുഷ്ടൻ അവരെ വിട്ട് ഓടിപ്പോകുന്ന രീതിയിൽ ഇവർ കൂടുതൽ ധൈര്യമുള്ളവരായി. അതുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. നിങ്ങൾ ദൈവത്തോട് അടുക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുക്കും. പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുകാരെ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കുവിൻ. ഹൃദയത്തെ ശുദ്ധമാക്കണം, കൈകൾ വെടിപ്പാക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് നിങ്ങളുടെ കൈകൾ രക്തപങ്കിലമാണ്, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നിങ്ങളുടെ കൈകളെ ശുദ്ധീകരിക്കുക എന്നാണ് പ്രവാചകനിലൂടെ പറയുന്നത്. യാക്കോബ് ശ്ലീഹായും അത് തന്നെയാണ് പറയുന്നത്. വീണ്ടും അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ
ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ധനവാന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് വിലപിക്കുകയും കരയുകയും ചെയ്യുവേൻ. ധനവാന്മാരെ, നമ്മൾ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതിൽ പഴയ വായനയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ ഒത്ത പറയുണ്ടായിരിക്കണം, 2 തരത്തിലുള്ള അളവുള്ള പറയുണ്ടാകരുത്, ഒത്ത കട്ടിയായിരിക്കണം, 2 തരത്തിലുള്ള തൂക്കങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് തന്നെ യാക്കോബിലെ പറയുകയാണ്, നിങ്ങളുടെ ധനത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുക എന്ന് പറയുന്നത്. ധനവാന്മാരെ, നിങ്ങളുടെ വരാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് വിലപിക്കുകയും കരയുകയും ചെയ്യുവൻ. എന്തെന്നാൽ നിങ്ങളുടെ ധനം ക്ഷയിച്ചു, നശിച്ചു, നിങ്ങളുടെ വസ്ത്രങ്ങൾ ചെതൽ തിന്നു, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചു. ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിക്കും. അത് നിങ്ങളുടെ ശരീരങ്ങളെ ഭക്ഷിക്കുവാൻ പോകുന്നു. അന്ത്യകാലത്തേക്ക് നിങ്ങൾ അഗ്നി ശേഖരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ധനം സമ്പാദിക്കുന്നവരുടെ ഓർമ്മയിലേക്ക് യാക്കോബിലെ പറയുകയാണ്, ഏത് വിധേനയാണ് നിങ്ങൾ ധനം സമ്പാദിക്കുന്നത്? ഇതാ, വയലുകളിൽ കൊയ്ത കൂലിക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചതിനാൽ അത് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സർവശക്തനായ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. ഒരു വശത്ത് അളവിലും തൂക്കത്തിലും കുറഞ്ഞതും കൂടിയതുമായ അളവ് പാത്രങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ കർഷകൻ്റെയും കച്ചവടക്കാരൻ്റെയും ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെ യാക്കോബിലെ പറയുന്നു, വയലിൽ പണിയെടുത്തവൻ്റെ കൂലി, അർഹമായ കൂലി കൊടുക്കാതെ കൂലി പിടിച്ചെടുത്ത് നീ ധനവാനായി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ ധനം നിനക്ക് പ്രയോജനപ്പെടുകയില്ല. ആ ധനം നിന്റെ ശരീരത്തെ അഗ്നിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് നീ സ്വർണമുണ്ടാക്കി, സ്വർണം വാങ്ങി, പക്ഷേ നിനക്ക് പ്രയോജനമില്ല. ആ സ്വർണമായിരിക്കും നിനക്കെതിരെ സാക്ഷിയായി നിൽക്കുന്നത്. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചു, ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിക്കും. ഒന്ന്, നിങ്ങൾക്കത് അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകുകയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ആളുകൾ പുച്ഛിക്കും. എങ്ങനെയൊക്കെ വിധത്തിലാണ് ഉണ്ടാക്കിയത്, എന്നിട്ട് ഒന്നും അനുഭവിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ലോകമനുഷ്യർ ആക്ഷേപിക്കുമ്പോൾ ന്യായവിധി ദിവസം നിന്നെ പിടിച്ചു നിർത്തുന്നത് ഈ സ്വർണവും ഈ വെള്ളിയും ഈ സമ്പത്തൊക്കെയും നിനക്കെതിരെ പറയും. കാരണം നിന്റെ മിടുക്കുകൊണ്ട് അവരുടെ കയ്യിലിരുന്നത് നിന്റെ കയ്യിൽ ആയിപ്പോയതാണ്. സ്വത്തിനോ സമ്പത്തിനോ ഒന്നും അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇന്നയാളുടെ അടുത്തിരിക്കേണ്ടതാണ്, എൻ്റെ എന്തിനാണ് നിങ്ങൾ ഇന്ന അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ചോദിക്കാനുള്ള ഇതില്ലല്ലോ. മനുഷ്യനാണല്ലോ സ്വബോധവും സ്വയം ആലോചിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നത്. അവിടെ യാക്കോബിലെ ധനവാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് എഴുതിയിരിക്കുകയാണ്, നിങ്ങളൊന്ന് ധ്യാനിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമ്പത്ത് എന്തുപകാരം നൽകും വിധി ദിവസത്തിൽ എന്ന് ചോദിക്കുകയാണ്. യാക്കോബിലെ മാത്രമല്ല, നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മളെ പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ 3-ാം ക്രമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ. വേർപാടിൻ്റെ വേളയിൽ ആത്മം മെയ്യോട് ഉര ചെയ്തു, എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ. ഞാനിതെല്ലാം പിടിച്ചെടുത്തിട്ട് ഞാൻ അവരുടെ കൂലി കുറച്ചിട്ട് എന്തുപകാരം എനിക്കുണ്ടായി എന്ന് ചോദിക്കും. നിങ്ങൾ ഭൂമിയിൽ സുഖിച്ചു മതിക്കുകയും വിധി ദിവസത്തേക്ക് വേണ്ടി എന്ന പോലെ നിങ്ങൾ സ്വന്തം ശരീരങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു. തിന്ന് കുടിച്ച് ആനന്ദിച്ചു, സൗന്ദര്യമുണ്ടായി, ശക്തിയുണ്ടായി. പക്ഷേ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരു പാവപ്പെട്ടവനൊരു നീതിമാൻ ചോദിക്കുമ്പോൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. കുറ്റം വിധിച്ചു. സത്യമായി നീതിയോടെ സുവിശേഷം പ്രസംഗിക്കാൻ അനുവദിക്കില്ലല്ലോ, കുറ്റപ്പെടുത്തുകയല്ലേ, ഇനി വിളിക്കണ്ട എന്ന് പറയുകയല്ലേ.
നീതിമാനെ നിങ്ങൾ കുറ്റമാരോപിച്ച് കൊന്നു, അവൻ നിങ്ങളോട് എതിർത്ത് നിന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ശ്ലീഹാ വായനയിൽ ഒന്നാമത്തെ വായന അതാണ്. നിൻ്റെ വീട്ടിലെ സമ്പത്ത് ഏതു വിധത്തിലുള്ളതാണ്? വേലക്കാരൻ്റെ കൂലി നീ പിടിച്ചു വെച്ചതാണോ എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചിന്ത പൗലോസ് ശ്ലീഹാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വാക്യങ്ങളാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പൗലോസ് ശ്ലീഹായുടെ ദാരിദ്ര്യം പറയുകയാണ്. ധാരാളമുണ്ടായിട്ടും വലിയ സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി അതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണ്ട് ഇറങ്ങിത്തിരിച്ചുണ്ടായിട്ടുള്ള ആ സമയത്തുള്ള ദാരിദ്ര്യവും ക്ലേശങ്ങളും സന്തോഷത്തോടെ പൗലോസ് സ്വീകരിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയരെ, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനറിയാം. എൻ്റെ ഇല്ലായ്മയിലും ഞാൻ ചിരിച്ചുകൊണ്ടേ നിൽക്കുകയുള്ളൂ. എനിക്ക് ധാരാളമുള്ളപ്പോഴും ഞാൻ അഹങ്കാരത്തോടെ നിൽക്കുകയില്ല. ഞാൻ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനും ആണെങ്കിൽ പോലും ഏതവസ്ഥയിലും എനിക്ക് ജീവിക്കാൻ കഴിയും. ദരിദ്രനായിരിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിലും പട്ടിണിയിലും സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും ഞാൻ പരിചയിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുത്തതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ദൈവം പിടിച്ചെടുത്തു കൊണ്ടുപോയതല്ല. ഞാൻ സ്വമനസ്സ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ താൻ പ്രസംഗിച്ച തൻ്റെ പ്രസംഗം കേട്ട വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളോട് ദാനം ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ ധനാഭിവൃദ്ധിക്ക് വേണ്ടിയല്ല, നിങ്ങളിലുള്ള ഫലവർദ്ധനയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വർധനവുണ്ട്. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ വർധനവുണ്ടാകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ജീവിക്കാൻ പൗലോസിനറിയാം എന്ന് പറയുകയാണ്. അതായത് 4:13 പൗലോസ് ശ്ലീഹ പറയുകയാണ്, എന്നെ ശക്തപ്പെടുത്തുന്നവനായ മശിഹാ മൂലം സകലത്തിനും ഞാൻ പ്രാപ്തനാണ് എന്ന് പറയുകയാണ്. അത് തൻ്റെ ദൈവമോ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം തരുമെന്ന് പറയുകയാണ്. നിങ്ങളുടെ വിഷമതകളെ പരിഹരിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് നാളത്തേക്ക് വേണ്ടി കരുതിയില്ലെങ്കിൽ എന്തോ അപകടമാണെന്ന് ചിന്തിച്ചിട്ട് ഇന്നിൻ്റെ നന്മകളെ ഉപേക്ഷിക്കരുത് എന്ന് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് എനിക്കല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ദാനധർമ്മം ചോദിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയിട്ടല്ല, വിശ്വാസികളായ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടിയാണ്, സഭയിലെ ദരിദ്രർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, കൊടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. മാത്രമല്ല നിങ്ങൾ ദൈവമുമ്പാകെ കുറ്റക്കാരാകും. എന്നെ പ്രതിയാണല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇല്ലായ്മയിലും ഉള്ളായ്മയിലും എനിക്ക് ജീവിക്കാൻ അറിയാമെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ രണ്ടാമത്തെ വായനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വിളക്ക് കത്തിച്ച് നമ്മൾ പറയുടെ കീഴിൽ വെക്കാൻ ശ്രമിക്കരുത്. അത് ഒളിച്ചു വെക്കപ്പെട്ട നിധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം വിറ്റ് ദൈവരാജ്യം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി മൂന്നാമത്തെ എവൻഗേലിയോൻ അതിൻ്റെ എല്ലാം ഇന്നലെ നമ്മൾ കേട്ടതിൻ്റെയും ഇന്ന് കേട്ടതിൻ്റെ എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, എൻ്റെ പുത്ര, ഇന്ന് നീ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, എനിക്ക് മനസ്സില്ല എന്നുത്തരം പറഞ്ഞു. എങ്കിലും ഒടുക്കം അവൻ പശ്ചാത്തപിക്കുകയും പോകുകയും ചെയ്തു. അവൻ മറ്റവൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ അവനോടും പറഞ്ഞു. അപ്പോൾ അവൻ ഉത്തരമായി, എൻ്റെ പിതാവേ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പോയതുമില്ല. ഇവർ 2 പേരിൽ
തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചത് ആരാകുന്നു? അവർ അവനോട് ഒന്നാമൻ എന്ന് പറഞ്ഞു. യേശു എമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ നീതിമാർഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും അവനെ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഒടുവിൽ പോലും പശ്ചാത്തപിച്ചതുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ദൈവിക കാര്യങ്ങളാണ് ചെയ്യുന്നത്, സഭയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യങ്ങളും ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് അനേക മനുഷ്യർ പാപിയായി ജീവിച്ചു. മദ്യപാനത്തിലൂടെ, മധുരോത്സവത്തിലൂടെ, മറ്റെല്ലാ തിന്മകളിലും പറ്റും ജീവിച്ചു. പക്ഷേ അവർക്കൊരിക്കൽ മാനസാന്തരമുണ്ടായി. ദൈവകൃപയാൽ അവർ നിറഞ്ഞു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അങ്ങനെ ഞാൻ മഹാപാപിയാണെന്ന് ഏറ്റുപറഞ്ഞവർക്കെല്ലാം വലിയ കൃപാവരമുണ്ടായി. അതെ, പോകില്ല എന്ന് പറഞ്ഞവൻ രണ്ടാമത് പോയി. പോകാമെന്ന് പറഞ്ഞവൻ ഒരിക്കലും ഇന്നവരെയും പോയിട്ടില്ല. പരിശോധിക്കണം പ്രിയമുള്ളവരെ, ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? പാരമ്പര്യങ്ങളും ഗമയും പറഞ്ഞ്, അന്തസ്സും ആഭിജാത്യമൊക്കെ പറഞ്ഞ് വലിയ വലിയ ആളുകളാണോ ദൈവരാജ്യത്തിൽ പോകുന്നത്? അതെയോ പാപി ആണെന്ന് ഏറ്റുപറഞ്ഞ മനുഷ്യൻ, പാപത്തെ ഉപേക്ഷിച്ച് ദൈവകൃപ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണോ പോകുന്നതെന്ന് പരിശോധിക്കുക. എല്ലാറ്റിനെയും കുറ്റപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്. അവനവനോട് തന്നെ കുറ്റം പറയാൻ, അവനവൻ്റെ തന്നെ മനസാക്ഷി എന്ന് പരിശോധിക്കുവാൻ ഇന്നവരെയും തയ്യാറാകാത്ത മനുഷ്യൻ. ചില മനുഷ്യരുടെ കൂടെ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുമ്പോൾ തുടങ്ങി മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചുമ്മാ അങ്ങ് എടുത്തിടും. എന്തെങ്കിലും അവനവൻ്റെ സ്വന്തം കാര്യമോ അവനവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളോ ഒന്ന് പരിശോധിച്ചറിഞ്ഞെങ്കിൽ എത്രയോ ചീഞ്ഞുനാറ്റം അവസാനിപ്പിക്കാമായിരുന്നു. മറിച്ച് തൻ്റെ കുറവുകളെല്ലാം അവിടെ ഒരു വശത്ത് മാറ്റി വച്ചിട്ട് മറ്റവൻ്റെ കുറവിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കേണ്ടവരായിരുന്നു, എന്തായിരുന്നു, അപ്പുറയായിരുന്നു, ഇപ്പുറയായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് നേരെ ചൊവ്വേ കഞ്ഞി കൊടുക്കാത്തവൻ പോലും മറ്റൊരമ്മയ്ക്ക് കഞ്ഞി കിട്ടിയില്ല. ആ അമ്മ മരിച്ചു കിടക്കുമ്പോൾ അവിടെ ചെന്നാൽ മതി, അപ്പം തന്നെ അവിടെ നിന്നൊരു ചോദ്യം വരും. എന്തൊരു കഷ്ടമാണ് നോക്കി, എത്ര മക്കളുണ്ടായിരുന്ന ആ അമ്മയ്ക്ക് ഒരു ഗുണവും കിട്ടിയില്ല. ഈ ഒരു മോനെങ്കിലും അല്പം നോക്കിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും തൻ്റെ കാര്യം മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചിക്കിച്ചകഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഗുണവും ദോഷവും സംസാരിച്ച് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ എവിടെ ചെന്നാലും കാണും. ഞാൻ പോകുന്നു ദൈവവഴിയിലൂടെ എന്ന് പറയും, പോകാതിരിക്കുകയും മാനസാന്തരപ്പെട്ട് പോകുന്നവനെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സഭാ നേതൃത്വത്തിൻ്റെ മുമ്പിലോ, ഒരു സഭാവിശ്വാസിയുടെ മുമ്പിലോ, ഒരു മതവിശ്വാസിയുടെ മുമ്പിലോ, ഒരു സദാചാരബോധമുണ്ടെന്നോ നീതിമാർഗത്തിലാണ് പോകുന്നതെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിലോ നമ്മൾ നിൽക്കുന്ന ഈ ലോകത്തിപ്പോൾ ഞാൻ നീതിമാർഗത്തിലാണ്, ഞാൻ ദൈവിക മാർഗത്തിലാണ്, അതുകൊണ്ടാണ് എനിക്കുണ്ടായിട്ടുള്ള ഐശ്വര്യങ്ങളെല്ലാം എന്ന് പറയുകയും സ്വഭാവം വളരെ യാതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ദുഷിച്ചതും കർത്താവ് പറഞ്ഞതുപോലെ കല്ലറയ്ക്ക് സമമായ അനുഭവമുള്ള മനുഷ്യരുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് മാനസാന്തര ജീവിതം അത്ര എളുപ്പമല്ല. മാനസാന്തര ജീവിതം ഒരുപാട് പരിശോധനയ്ക്ക് വിധേയമാണ്. ആളുകളെല്ലായിടത്തു നിന്നും ആക്ഷേപിക്കും. അവിടെ ചുങ്കക്കാരൻ്റെയും പാപിയുടെയൊക്കെ മനസ്സിടറിപ്പോകാൻ പാടില്ല. മാനസാന്തരപ്പെട്ടുവെങ്കിൽ നീ മാനസാന്തര വഴിയിലൂടെ തന്നെ പോകണം.
അപ്പോൾ എല്ലാ കാലത്തും പശ്ചാത്തപിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യത എന്ന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആരെയും വിധിക്കാതിരിക്കാം, എന്നാൽ സ്വയം വിധിക്കാം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഞാൻ ഏത് മനുഷ്യനാണ്, ഞാൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഞാൻ ആരുമാകട്ടെ, എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാ എന്ന് പരിശോധിക്കുവാൻ ഈ വചനം നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. എന്തുകൊണ്ടാണ് നിരീശ്വരവാദികൾ പോലും അത്തരം പ്രസ്ഥാനങ്ങളിലുള്ളവർ പോലും യേശുക്രിസ്തുവിൻ്റെ കാര്യം അവർ സംസാരിക്കുന്നത്? യേശുക്രിസ്തുവിൽ അസൂയാൽക്കൾക്കും പൈശാചിക ബന്ധനമുള്ളവർക്കല്ലാതെ യേശുക്രിസ്തുവിൽ ഒരു കുറ്റം പറയാൻ ആരും ഇല്ല. യേശുക്രിസ്തുവിൽ ഒരു കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുയായികളിൽ കുറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ, കുറ്റം കേൾക്കാതെ മുന്നോട്ട് പോകാൻ ഒറ്റ വഴിയുള്ളൂ, അവനവനെ സ്വയം പരിശോധിക്കുക. അവനവനെ പരിശോധിക്കുമ്പോൾ മുൻപ് പറഞ്ഞ ഈ പണക്കൊതി, ദ്രവ്യാഗ്രഹം, ഈ ദുഷ്ടമാർഗങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. കട്ടി രണ്ട് തരത്തിലുള്ളതാണോ? വാങ്ങുമ്പോൾ ഒരു തൂക്കം, കൊടുക്കുമ്പോൾ വേറൊരു തൂക്കമാണോ? എടുക്കുമ്പോൾ ഒന്ന്, കൊടുക്കുമ്പോൾ എന്നുള്ള രണ്ട് പറയാണോ? രണ്ട് പറ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, രണ്ടളവ്, രണ്ട് തരത്തിലുള്ള അളവ്. പ്രത്യേകിച്ച് കൊയ്ത്ത് പാടത്തൊക്കെ കൊയ്തിട്ടുള്ളവർക്കും കൊയ്ത് മെതിച്ച് കൃഷിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊയ്ത്തുകാരന് അളന്ന് എടുക്കുമ്പോൾ അളവിൻ്റെ എണ്ണമൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പലരും എണ്ണം തെറ്റിച്ചിട്ടുണ്ട്. അവനവൻ്റെ നെല്ല് അളന്നെടുക്കുമ്പോൾ എണ്ണം തെറ്റിച്ചിട്ടുണ്ട്. കൂലിക്കാരൻ്റെ കൂലി പിടിച്ചു വച്ചിട്ടുള്ളവനുണ്ട് ധാരാളം. വെള്ളിയാഴ്ച വരെ അന്യായമായി പണിയെടുപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ കള്ളൊക്കെ മേടിച്ചു കൊടുത്ത് ശനിയാഴ്ചയാകുമ്പോൾ പൈസ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം ഈ ആളുടെ കൂടെ നിന്നാൽ 10 രൂപ പോലും കിട്ടില്ല എന്ന് കണ്ട് 2-3 വർഷമൊക്കെ പണിയെടുത്തിട്ട് പോയിട്ടുള്ളവരുണ്ട്. ആ പൈസകളെല്ലാം ഈ തലമുറകൾക്ക് സമ്പാദ്യമായി അപ്പൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എനിക്കൊന്നിനൊരു കുറവില്ല എന്ന് പറഞ്ഞാൽ മെനെ തെക്കലു ഫാർസീൻ, ഞാൻ നിന്നെ അളന്നു തൂക്കി നോക്കി കുറവുള്ളവനെന്ന് കണ്ടു എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായവിധി ദിവസം നമ്മളുടെ മേൽ എഴുതി വെക്കാൻ ഇടയാകരുത്. ഇപ്പോൾ തന്നെ പരിശോധിക്കണം, അവനവനെ ഒന്ന് അളന്നു നോക്കണം. ഞാൻ അനുഭവിക്കുന്ന സ്വത്ത് ഏതു വിധത്തിലുള്ളതാണ്? എൻ്റെ മാതാപിതാക്കന്മാർ ഏതു വിധത്തിലാണ് പണം സമ്പാദിച്ചത്? ഞാൻ ഏതു വിധത്തിലാണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രവൃത്തികളുടെ ആ നാൾ വഴികളൊക്കെ, എൻ്റെ പൂർവികരുടെ നാൾ വഴികളൊക്കെ, എൻ്റെ വീട്ടിൽ പണിയെടുത്തവരോട്, കൃഷിക്കാരനായാലും വ്യവസായിയായാലും ആരായാലും കോൺട്രാക്ടറായാലും എങ്ങനെയുള്ളവനായാലും, എൻ്റെ കുടുംബത്തിൽ മക്കളൊക്കെ ചിന്തിക്കണം, മാതാപിതാക്കന്മാരൊക്കെ ഏതു വിധത്തിലാണ് പണിയെടുപ്പിച്ചപ്പോൾ കൊടുത്തത്. കൊയ്ത്തുകാരൻ കഞ്ഞിവെള്ളം ചോദിച്ചപ്പോൾ കഞ്ഞിവെള്ളം പശുവിന് കൊടുത്തു, പച്ചവെള്ളം കിണറ്റിന്ന് കോരിക്കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ അമ്മയുടെ മകനോ മകളാണോ എന്ന് പരിശോധിക്കണം. സ്വത്ത് ആരുടെ കയ്യിലാ, ഏത് വിധത്തിലാണ് എന്ന് പരിശോധിച്ചിട്ട് വേണം അനുഭവിക്കാനെന്ന് വേദപുസ്തകം നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, 2 ദിവസത്തെ ധ്യാനമായിരുന്നു നമ്മുടെ. ഒന്നാമത്തെ ധ്യാനം കർത്താവ് ചോദിച്ചത്, ആരെങ്കിലും നശിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങുമോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെക്കാൻ വേണ്ടി ആരെങ്കിലും വരുമോ? ധ്യാനിക്കുക പ്രിയമുള്ളവരെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേട്ട് അനുസരിച്ച പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മൾക്ക് സാക്ഷികളാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കാൻ തക്ക ആത്മനിറവ് നമ്മളിലേക്ക് ദൈവം തമ്പുരാൻ ചൊരിയട്ടെ. ഇന്നലെ എന്തായിരുന്നു, ഇന്ന് എന്താണ്, നാളെ എന്താകണം? ഇന്നലെ ഞാൻ മഹാപാപി, ഇന്ന് ഞാൻ മാനസാന്തരം എന്നൊരു മനുഷ്യൻ, നാളെ ഞാൻ ഒരു വിശുദ്ധൻ. ഈ ലക്ഷ്യത്തിലേക്ക്
നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ വചനധ്യാനം നമ്മളെ സഹായിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഈ വചനധ്യാനത്തിലൂടെ നമുക്ക് ഒടേതമ്പുരാൻ നൽകട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഏതവസ്ഥയിലും ജീവിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരെയും വഞ്ചിച്ചോ മോഷ്ടിച്ചോ തട്ടിപ്പ് നടത്തിയോ ഒന്നും ഞാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനു വേണ്ടി സ്വീകരിക്കില്ല എന്ന് പറയുവാനുള്ള ഒരു ആർജവം, ഒരു ധൈര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്മേൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. ഇതാരുടെയും ചതിയല്ല, ഇതാരെയും വഞ്ചിച്ചതല്ല, ഇത് സത്യത്തിൻ്റേതാണെന്ന് പറയാനുള്ള ഒരു അനുഭവം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ, സഹായിക്കട്ടെ. യേശുവിൻ്റെ പരിശുദ്ധാമത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ആമേൻ.